بكم إلى دراسة جديدة أيها الأحبة أيها الطلبة. എല്ലാവർക്കും നഹ്വിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. ഇഖ്തർ അൽ ജംലത്തു സ്വഹീഹ. ഇന്ന് നമ്മൾ അത്ഫുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജുംല കണ്ടെത്തുക. സമഅത്തു അൻഹു വ മുഹമ്മദിൻ. ഇതിൽ ഏതാണ് ശരി? ഒന്ന് ആൻസർ ചെയ്യണം നിങ്ങൾ. എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം, എന്നാൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? 1 എഴുതിയവരുണ്ടോ? സോ അത് തെറ്റാണ്. 2 എഴുതിയവരുണ്ടോ? തെറ്റാണ്. 3 എഴുതിയവരുണ്ടോ? യെസ്, അതാണ് കറക്റ്റ്. 3 എഴുതിയത് ശരിയാവാനുള്ള കാരണം പറയുമ്പോൾ ബാക്കിയുള്ളത് തെറ്റാന്ന് മനസ്സിലാവും. ഓക്കെ, സമഅത്തു ഞാൻ കേട്ടു, അൻഹു അവനെ തൊട്ട്, വ അൻ മുഹമ്മദിൻ മുഹമ്മദിനെ തൊട്ടും. ഇവിടെ വ അൻ മുഹമ്മദിൻ എന്നതിന് എന്താണ്? ജറാണ്. അപ്പോൾ ജറായ ജറ് കിട്ടുന്ന എന്തോ ഒന്നിനോടാണ് ഇലാഫത്ത് ചെയ്തത്, അത്ഫ് ചെയ്തത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ അൻഹു എന്നുള്ളതിനോടാണ് ഇലാഫത്ത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മുത്തസിൽ മജ്റൂറായ ലമീറിനോട് നമ്മൾ ഒരു വസ്തുവിനെ ഇലാഫത്ത് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള നിയമം എന്താണ്? ജാറിനെ മടക്കി കൊണ്ടുവരണം എന്നാണ് നിയമം. എൻ എന്നുള്ളത് ജറിൻ്റെ അക്ഷരമാണ്. എൻ അല കാഫിൻ മുസുമുൻസ് അല്ലേ? അപ്പം എൻ ഹു അത് ജറിൻ്റെ അക്ഷരമാണ്. അതിനോടാണ് മുത്തസിൽ മജ്റൂറായ ഒന്നിനോടാണ്, മുത്തസിൽ ലമീർ അല്ലേ ഹു, സംശയമല്ലല്ലോ. അപ്പം അതിനോടാണ് എന്ത് ചെയ്തത്? എൻ എന്നുള്ളത് ജാർ മജ്റൂറാണ്. മുത്തസിൽ മജ്റൂറായ ലമീറിനോട് ഒന്നിനെ ഇലാഫത്ത് ചെയ്യുമ്പോൾ അവിടെ എന്ത് കൊണ്ടുവരണം? ആ എൻ എന്നുള്ള ജറിൻ്റെ അർഫിനെ മടക്കി കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ വ എൻ എന്നുള്ളത് അവിടെ മടക്കി കൊണ്ടുവന്നു, എന്നിട്ടാണ് മുഹമ്മദിൻ എന്ന് പറഞ്ഞത്. അതാണ് നിയമം. വേറൊരു ഉദാഹരണം പറയാൻ പറ്റുമോ? മറർത്തു ബിക, ഞാൻ നിൻ്റെ അടുക്കലൂടെ നടന്നുപോയി. മുത്തസിൽ ബി എന്നുള്ളത് ജറിൻ്റെ അർഫാണ്, ബിക. അതിനോടൊന്നിനെ അത്ഫ് ചെയ്യും, മുത്തസിലായിട്ടുള്ള മജ്റൂറായ ലമീറിനോട് ഇലാഫത്ത് ചെയ്യുമ്പോൾ. ഇനി അടുത്ത് പറയുമ്പോൾ വ മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ പോരാ, എന്ത് പറയണം? അയാളുടെ അത്ഫ് ചെയ്ത അക്ഷര ബ അല്ലേ? അപ്പോൾ വബി മുഹമ്മദിൻ എന്ന് പറയണം. ക്ലിയർ? ഓക്കെ, ഇതാണ് നിയമം. അടുത്തത് ഇഖ്തർ അൽ ജുംലത്തു സ്വഹീഹ. സ്വഹീഹായ ജുംല തിരഞ്ഞെടുക്കുക. അത്ഫ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു താബീൻ മത്ബൂഇൻ്റെ ഇറാബ് ഉണ്ടാവും എന്നാണല്ലോ നിയമം. അത്ഫിലൊക്കെ താബി ആണല്ലോ. അപ്പോൾ മുഹമ്മദുൻ, ഇവിടെ നമുക്ക് നോക്കാം ഇതിലേതാണ് ശരി. ഒരു 10 വരെ എണ്ണുന്നത്. 1 2 3 4 5 6 7 8 9 10. ഏതായിരിക്കും? അത് ശരിയായ ഉത്തരം പറയാം, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിയമം പറയുമ്പോൾ ബാക്കിയുള്ളത് തെറ്റാന്ന് കിട്ടും. അപ്പോൾ 1 ആൻസർ. റഅയ്തു ഹു വ മുഹമ്മദ് അല്ലേ? നമ്മൾ പറഞ്ഞത് മുത്തസിൽ മർഫു ആയ ലമീറാണ് റഅയ്തു ഹു അല്ലേ? ഇവിടെ മുഹമ്മദിൻ എന്നുള്ളതിന് എന്താണ്? റഫ് ആണുള്ളത്. മുഹമ്മദിൻ റഫ് ആണുള്ളത് അല്ലേ? അവിടെ ലൊമ്മാണ്, മുഹമ്മദിൻ റഫ് ആണുള്ളത്. അപ്പോൾ അവിടെ എന്തിനോടായിരിക്കാം അത്ഫ് ചെയ്തത്? തു എന്നുള്ള മുത്തസിൽ മർഫു ആയ ലമീറാണ്. മുത്തസിൽ മർഫു ആയ ലമീറിനോട് അത്ഫ് ചെയ്യുമ്പോൾ നിയമം എന്താണ്? അവിടെ ആ ലമീറിനെ മടക്കി കൊണ്ടുവരണമെന്നാണ്. റഅയ്തു ഞാൻ കണ്ടു, അന മുഹമ്മദിൻ എന്ന് പറയണം ശരിക്ക്. ഞാൻ മുഹമ്മദിനെ കണ്ടു എന്ന് പറയണം ശരിക്ക് അവിടെ അല്ലേ? അന എന്ന് റഅയ്തു അന വ മുഹമ്മദ്, റഅയ്തു അന വ മുഹമ്മദിൻ എന്ന് പറയണം. ആ മുത്തസിലായിട്ടുള്ള ലമീറിനെ മടക്കി കൊണ്ടുവരണം. റഅയ്തു അന മുഹമ്മദ്. പക്ഷേ അങ്ങനാണെങ്കിൽ പോലും അവിടെ ചിലൊരു പ്രത്യേകതയുണ്ട്. മഫ്ഊലും ബിഹി കൊണ്ടോ
അതുപോലെ നഫീൻ്റെ ലാ കൊണ്ടോ ഫസിലാക്കിയാൽ ആ നിയമം അവിടെ പൊളിയും. ഇവിടെ റഅയ്തു ഞാൻ കണ്ടു, ഹു ആരെ അവൻ, അവിടെ മഫ്ഊലും ബിഹിയായ ഹു എന്ന് അവിടെ ലമീർ വന്നതുകൊണ്ട് അവിടെ അന എന്ന് വരേണ്ടതില്ല. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ശരി. ഇപ്പം രണ്ടാമത്തെ തെറ്റാണ്. കാരണം റഅയ്തു എന്നതിന് ശേഷം ഹു എന്ന ലമീർ വന്നതുകൊണ്ട് അന എന്നുള്ള ലമീർ കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് നിയമം. ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് വിഷയം. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഒന്നാമത്തതാണ് ആൻസറായിട്ട് വരിക. ഇനി അടുത്തത് മൂന്നാം ദിവസത്തിന് എളുപ്പമാണ്. ഫാ കൊണ്ട് അത്ഫ് ചെയ്യുമ്പോൾ എന്താണ് ഫായദിപ്പിക്കുക? എല്ലാവർക്കും അറിയാം അല്ലേ? തഅക്കീബ് മാ തർത്തീബ്, തർത്തീബോട് കൂടെയാണ് തഅക്കീബ് ഉണ്ടാവുക. സെയ്ദുൻ ജാ സെയ്ദുൻ, സെയ്ദ് വന്നു, ഫ അമ്രു, പിന്നെ അമ്രു വന്നു. ഓർഡറിൽ തഅക്കീബ് തർത്തീബോട് കൂടെയാണ്. ഫാ കൊണ്ട് അത്ഫ് ചെയ്താൽ എന്ത് വരും? ജാ സെയ്ദുൻ ഫ മുഹമ്മദുൻ എന്ന് പറഞ്ഞാൽ തർത്തീബോട് കൂടെ തഅക്കീബ് ഉണ്ടാവുക എന്നാണ് അർത്ഥം. 4, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായത് കണ്ടെത്താനാണ്. യഅ്തിഫു ബില്ല, ലാ കൊണ്ട് അത്ഫ് ചെയ്യുക അല്ലേ? നമ്മൾ അത്ഫിൻ്റെ അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത്ഫ് ചെയ്യുന്നത് ബൽ കൊണ്ട് അത്ഫ് ചെയ്യും, അവ കൊണ്ട് ചെയ്യും, അമ്മ കൊണ്ട് ചെയ്യും, ലാക്കിൻ, ബൽ, ല, ഹത്ത തുടങ്ങിയവ കൊണ്ടൊക്കെ അത്ഫ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലാ കൊണ്ട് അത്ഫ് ചെയ്യുമ്പോൾ ഉള്ള ഷർത്ത് പറഞ്ഞത് എന്താണ്? അതൊന്നെങ്കിൽ നിദാഇന് ശേഷമായി വരണം. യഅ്തിഫു ഒരു നിദാഇന് ശേഷം വന്നാലേ ലാ കൊണ്ട് അത്ഫ് ചെയ്യൂ. ഉദാഹരണം യാ മുഹമ്മദ്, ലാ ജാസിം, അവിടെ യാ എന്നുള്ള നിദാഇന് ശേഷമാണ് ലാ കൊണ്ട് അത്ഫ് ചെയ്തത്. ഓക്കെ, അതേപോലെ അമ്രിന് ശേഷം വരണമെന്ന് പറഞ്ഞിരുന്നു. ലാ കൊണ്ട് അത്ഫ് ചെയ്യണമെന്നെങ്കിൽ അമ്ര കൊണ്ട്. അപ്പോൾ അതാണ് നാലാമത്തെ. യഅ്തിഫു ബില്ല, ലാ കൊണ്ട് അത്ഫ് ചെയ്യും, ബാദൽ അമ്രി, അമ്രിന് ശേഷം. അപ്പം അങ്ങനെ വരിക ഇൽദിരിബ് അല്ലേ? ഇൽദിരിബ് മുഹമ്മദൻ, മുഹമ്മദിനടിക്ക്, ല ഹമീദൻ അല്ലെങ്കിൽ അഹമ്മദ്, ഹമീദൻ, ഹമീദനടിക്ക്, ഹമീദൻ ല ഇൽദിരിബ് മുഹമ്മദൻ, ല ഇവിടെ ഇൽദിരിബ് എന്നുള്ള അമ്രിന് ശേഷം ലാ കൊണ്ട് അത്ഫ് ചെയ്യാം. മൂന്നാമത് പറഞ്ഞത് എന്താണ്? ഇസ്ബാത്തിന് ശേഷം, മുസ്ബത്തിന് ശേഷമായിരിക്കണം അത്ഫ് ചെയ്യേണ്ടത്. ലാ കൊണ്ട് അത്ഫ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ മുസ്ബത്ത്. ഉദാഹരണം ജാ മുഹമ്മദുൻ, ലാ സെയ്ദുൻ. ഇങ്ങനെയൊക്കെ മൂന്നവസ്ഥയിലാണ് ലാ കൊണ്ട് അത്ഫ് ചെയ്യാൻ പറ്റുമെന്നാണ്. നഫീന് ശേഷം ലാ കൊണ്ട് അത്ഫ് ചെയ്യാന്നുള്ള നിയമം ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ആൻസർ 2 തെറ്റായ ഒരു സെൻറ്റൻസ് ആകുന്നു. ലാ കൊണ്ട് അത്ഫ് ചെയ്യണമെങ്കിൽ 3 നിയമമുള്ളത്. ഒന്ന് നിദാന് ശേഷമാവണം, മുസ്ബത്തിന് ശേഷമാവണം, അമ്രിന് ശേഷമാവണം. എന്നാലേ ലാ കൊണ്ട് അത്ഫ് ചെയ്യാൻ പാടുള്ളൂ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ പറയൂ. ഇഹ്തർ അൽ ജുംലത്തു സ്വൈഹ, ശരിയായ സെൻറ്റൻസ് തിരഞ്ഞെടുക്കാനാണ്. ഇത് സിമ്പിളാണ് അല്ലേ? നമ്മൾ പറഞ്ഞു മുത്തസിൽ ആയുള്ള ലമീർ നിയമം എന്തായിരുന്നു? മുത്തസിലായ ലമീറിനോ മർഫു ആയ ലമീറിനോട് ഇലാഫത്ത് ചെയ്താൽ, അല്ലെങ്കിൽ മുസ്തത്തിറായ ലമീറിനോട് ഇലാഫത്ത് ചെയ്താൽ അവിടെ ലമീറിനെ മുഫസ്സിലായ ലമീർ മടക്കി കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇൽദിരിബി, നീ അടിക്കുക. അവിടെ മുത്തസിലായ ലമീറുണ്ട്, മുസ്തത്തിറായ ലമീറുണ്ട് അല്ലേ? അവിടെ നീ അടിക്കുക എന്നാണ് പറഞ്ഞത്. അതിലുള്ള ലമീർ ഏതാണ്? അപ്പോൾ വ ആയിഷത്തു എന്നുള്ളതിനെ അത്ഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അൻതി എന്നുള്ള മുഫസ്സിലായ ലമീർ അവിടെ കൊണ്ടുവരണം. മുത്തസിൽ മർഫു ആയ ലമീറിനെ നീ അടിക്ക്, അവിടെ ഫായിലാണ്. അപ്പോൾ അൻതി മർഫു ആയ മുത്തസിലായ ലമീർ അവിടെ ഉണ്ട്. അതിനോട് അത്ഫ് ചെയ്യുമ്പോൾ ആ ലമീർ മുഫസ്സിലാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇൽദിരിബി അൻതി എന്നാണ്. അമ്രകൽ പെണ്ണിനോടാകുമ്പോൾ അൻതി എന്നാണ് വരേണ്ടത്. അപ്പോൾ ഏതാണ് വരിക? ഇൽദിരിബി അൻതി വ ആയിഷത്തു. ആയിഷത്തു എന്നുള്ളത് റഫാണ്, കാരണം ഫായിലിൻ്റെ സ്ഥാനത്തിനോടാണ് അത്ഫ് ചെയ്യപ്പെട്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? റഫ് കൊടുക്കണം. അപ്പോൾ ആൻസർ സി ആണ് വരിക, 3 ആണ് വരിക. ഇൽദിരിബി അൻതി വ ആയിഷ ത്വാലിബൻ.
ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. ഉപകാരപ്പെട്ട അത് ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. അതുപോലെ നഹവുമായി ബന്ധപ്പെട്ട ഇത്തരം ക്വസ്റ്റ്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അറബി ഭാഷയോട് പ്രത്യേകം ഇഷ്ടം വരും. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു കമൻറ്റ് കേൾക്കുന്നവരൊക്കെ അയക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.